ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ആയാലോ. നേരെ വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ പെരട്ട് തയ്യാറാക്കാനായിട്ട് കഴുകിയെടുത്ത ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സൺഫ്ലവർ ഓയിൽ, 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ, വിനെഗർ ഉണ്ടെങ്കിൽ വിനെഗർ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങാനീരായാലും മതി. അതോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ആ ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു 2 സ്പൂൺ തേങ്ങാക്കൊത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ. ഈ തേങ്ങാക്കൊത്തിനൊക്കെ ജസ്റ്റ് ഒരു കളർ വരാനായിട്ട് ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ശേഷം അതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ആ സവാളയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 സ്പൂൺ മുളക് പൊടി. എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവായതുകൊണ്ടാണ് 1.5 സ്പൂൺ മുളക് പൊടി എടുത്തത്. നിങ്ങൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചുകൂടി അധികം എടുക്കുക, എരിവില്ലാത്ത മുളക് പൊടിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കനകത്തുള്ള വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം ജസ്റ്റ് അടപ്പൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ചിക്കനൊന്നും പൊടിഞ്ഞു പോകാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നോക്കിക്ക്, ആ ചിക്കനൊക്കെ ഒന്ന് ചുരുങ്ങി അതിനുള്ളിൽ ചിക്കൻ്റെ വെള്ളമാണ് ഈ കാണുന്നത് കേട്ടോ. ഒട്ടും ഒരു തുള്ളി പോലും വെള്ളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നപ്പോൾ ആ ചിക്കനൊക്കെ നന്നായിട്ട് ചുരുങ്ങി ചിക്കനുള്ള വെള്ളമാണ് ഈ കിടക്കുന്നത്. വീണ്ടും അത് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച്, ചിക്കനൊന്നും വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് പറ്റിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയും പിന്നെ ഞാനൊരല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരല്പം കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ്, കുറച്ച് കറിവേപ്പില ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കസ്തൂരി മേത്തി മല്ലിയിലയും ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ബൈ.